ഇന്നത്തെ കൊറിയർ പൊട്ടിക്കുന്നത് അമ്മയാണ് കേട്ടോ. അപ്പം തന്നെ അമ്മ പറയണതേ വീണ്ടും കവർ. ഇവിടെ എത്ര കവറാ? എന്താല്ലേ കവറില്ലാതെ ഒരു പരിപാടി നടക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മൾ ഓർഡർ വന്നിട്ട് കൊട്ടാരക്കരയിൽ നിന്നാണ്, അതായത് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നാണ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാരി എന്ന് പറയുമ്പം കണ്ടപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ കുറച്ച് പണിയുള്ള സാരി ആണല്ലോ, എന്താവും ഇനിയിപ്പോൾ അത് ചെയ്തു വരുമ്പോൾ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. വന്നപ്പോൾ തന്നെ ഈ ഒരു സാരിയിൽ ചെറിയൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കാന്ന് വെച്ചത്, കാരണം ഇൻ കേസ് അവിടെ എത്തിയതിന് ശേഷം ക്ലയന്റ് പറയുന്നത് അതെന്താ ഇങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെക്കണം എന്ന് പറയുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ആണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ മുന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏതൊരാൾക്കാരാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഇന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് സാരി ബോക്സ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു സാരി കണ്ട സമയത്ത് വിചാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് സാരി നിന്നെന്നും തന്നെ പറയാം കേട്ടോ. കാരണം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ ഈ ഒരു സാരി അത്യാവശ്യം നല്ല രീതിയിൽ പണി വരും. പക്ഷേ പ്രീപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാനാണെങ്കിൽ ഓക്കെയാണ്. ബട്ട് സൈഡ് പ്ലീറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യം പൊന്തി മീൻസ് നമ്മൾ ഇരിക്കുമ്പോഴേക്കും പൊന്താനുള്ള ചാൻസ് ഒക്കെ ഉള്ളൊരു ടൈപ്പ് സാരിയാണ്. പക്ഷെ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സാരി, ഞാൻ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതേപോലെ സാരി ബോക്സ് പ്ലീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട്